ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ റൂമിലേക്ക് എത്തിയ അനഘ ആകെ സങ്കടത്തോടെ ബെഡിലേക്ക് വന്ന് വീഴുന്നു. ആ ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അനഘയുടെ അരികിലേക്ക് അവന്തിക എത്തി. അവന്തിക ഒന്നും അറിയാത്തതുപോലെ അനഘയോട് വന്ന് ചോദിച്ചു, മോളെ, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ ആ ഓട്ടോയിൽ പറഞ്ഞയച്ചതിന് ശേഷം വീട്ടിലെത്തിയിട്ടും നിന്നെ കാണാത്തത് എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ പോയി അവിടെ എല്ലായിടത്തും നോക്കിയിട്ടാ ഇപ്പോ വന്നത്. മോളെ, നീ എവിടെ പോയതായിരുന്നു? എന്താണ് നിനക്ക് പറ്റിയത്? അല്ല, നീ എവിടേക്കാ ആ മീരയുടെയും അർച്ചനയുടെയും കൂടെ പോയത്? എത്ര നേരമായി നിന്നെ ഞാൻ അന്വേഷിക്കുന്നു. എന്താ മോളെ, നീ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത്? ഞാൻ എത്ര പേടിച്ചെന്നറിയാവോ? നീ എന്താ മോളെ സംഭവിച്ചത്? എന്താ നീ ഒന്നും പറയാത്തത്? അങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ അവന്തിക അനഘയോട് ചോദിച്ചു. അനഘ അവന്തികയുടെ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവന്തികയോട് അനഘ കാര്യങ്ങൾ വിശദമായി പറയുന്നു. ആ ഓട്ടോയിൽ തന്നെ മറ്റൊരു വഴിക്ക് അയാൾ കൊണ്ടുപോയതാണെന്നും അതിനുശേഷം ആ ഓട്ടോയിൽ പോകുന്ന ഇടവഴിയിൽ വെച്ച് 2 സ്ത്രീകൾ ഓട്ടോയിൽ കയറുകയും പിന്നീട് തന്നെ അജയന്റെ താവളത്തിൽ എത്തിച്ചതും താൻ മയക്കത്തിലായിരുന്നത് കൊണ്ട് അജയൻ തന്റെ മയക്കം വിട്ട് എഴുന്നേൽക്കാൻ കാത്തു നിന്നതും പിന്നീട് അജയൻ മുഖത്ത് വെള്ളമൊഴിച്ച് തന്റെ ആ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന അജയനെ കണ്ട് താൻ പേടിച്ചതും നിർബന്ധപൂർവ്വം തന്നെ വിവാഹത്തിനായി അവിടേക്ക് ഒരുക്കി ആ സ്ത്രീകളെ കൊണ്ട് തന്നെ ഒരുക്കിച്ച് മണ്ഡപത്തിലേക്ക് എത്തിച്ചതും നിർബന്ധപൂർവ്വം തന്റെ കഴുത്തിൽ താലി കെട്ടാനായി മണ്ഡപത്തിലേക്ക് ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് അജയൻ പോകുന്ന നിമിഷത്തിൽ അവിടേക്ക് അർച്ചനയും അർച്ചനയെടുത്തിയും മീരയെടുത്തിയും കൂടി അവിടേക്ക് എത്തി തന്നെ രക്ഷിച്ചത് സച്ചിയേട്ടനോടൊപ്പം അവിടെ വന്ന് തന്നെ ആ അജയന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥയൊക്കെ അവന്തികയോട് അനഘ വളരെ ആശങ്കയോടെയും ഞെട്ടലോടെയും അവതരിപ്പിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവന്തിക ചോദിച്ചു, അജയനോ? അവൻ ഇങ്ങനെ ഒരു ചതി എന്റെ മോളോട് കാണിച്ചോ? എന്നാലും ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ മോളെ. എന്തായാലും ദൈവം കാത്തു. കൃത്യസമയത്ത് അവിടേക്ക് അച്ഛനെയും സച്ചിയും മീരയും ഒക്കെ എത്തിയല്ലോ, അതുകൊണ്ട് ആശ്വാസമായി. എന്നിട്ട് ആ അജയനെ എന്താ ചെയ്തത്? അവനെ പോലീസിൽ ഏൽപ്പിച്ചില്ലേ എന്ന് അവന്തിക ഒന്നും അറിയാത്തതുപോലെ വീണ്ടും അതേ ചോദ്യം തന്നെ അനഘയോട് ചോദിക്കുമ്പോ അനഘ പറഞ്ഞു, ഇല്ല ചേച്ചി, അയാളെ പോലീസിലൊന്നും ഏൽപ്പിച്ചില്ല. അയാളെ അവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അവന്തികയോട് സ്നേഹ പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക പറഞ്ഞു, എന്നാ മോള് റെസ്റ്റ് എടുത്തോ, മോൾക്ക് ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടായതല്ലേ, ചേച്ചി പിന്നെ വരാം എന്ന് പറഞ്ഞ് അവന്തിക വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അല്ല, അവൻ ഇങ്ങനെ ഒരു ചതി നടത്തി എന്നെ വഞ്ചിക്കാനായി ശ്രമിച്ചപ്പോ അവന് മറ്റൊരു തിരിച്ചടി ഉണ്ടായല്ലോ. എന്തായാലും അവനെ അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുമോ, അതോ അവിടെ തന്നെ കാണുമോ? എന്തായാലും അവനെ ഉടനെ തന്നെ കണ്ടെത്തിയേ തീരൂ. ഇങ്ങനെ ഒരു തിരിച്ചടി അവൻ ഉണ്ടായതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് അവന്തിക അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് റൂമിലേക്ക് എത്തിയ അർച്ചന ആകെ ടെൻഷനോടെ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താടോ, താൻ വലിയ ആലോചനയിലാണല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ച് സച്ചി അരികിലേക്ക് എത്തിയതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നമ്മൾ അനഘയുടെ പ്രശ്നം ഒരു വിധത്തിൽ പരിഹരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ അതിലും വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അത് കേട്ട അതിശയത്തിൽ സച്ചി ചോദിച്ചു, എന്റെ അർച്ചനെ, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ താൻ പറഞ്ഞു വരുന്നത്? അതൊന്ന് വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞത് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ കണ്ടതല്ലേ ആ ധനുഷിനെ അച്ഛൻ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നത്? അത്ര വലിയ കാര്യം എന്തോ ചെയ്തതുപോലെ എന്ന് അർച്ചന പറയുമ്പോൾ അതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, എടോ, അത് താൻ കേൾക്കാഞ്ഞിട്ടാണ്. താൻ വരുന്നതിന് തൊട്ടു മുൻപ് അച്ഛൻ എന്നെയും സന്ദീപിനെയും നന്ദേട്ടനെയും ഒക്കെ ഫയർ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആ കൊട്ടേഷൻ നമുക്ക് നഷ്ടമായതിന്റെ പേരിൽ അവസാനം അച്ഛൻ നമ്മുടെ കമ്പനി വിൽക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്ത് അച്ഛൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ധനുഷ് ഇവിടേക്ക് എത്തി ആ കൊട്ടേഷൻ നമുക്ക് തന്നെ തിരികെ പിടിച്ചെടുത്തു എന്നും ആ കൊട്ടേഷൻ നമുക്ക് നഷ്ടമായിട്ടില്ല എന്ന് വന്ന് അച്ഛനോട് പറഞ്ഞത്. അതിന്റെ സന്തോഷമാണ് അച്ഛൻ അയാളുടെ മുന്നിൽ പ്രകടിപ്പിച്ചത്. അല്ല, താനിപ്പോ അതിൽ ആശങ്കപ്പെടുന്നത് എന്താ? അയാളെ അങ്ങനെ താൻ പറയുന്നത് പോലെ ഒരു കുഴപ്പക്കാരനായിട്ടും എനിക്ക് തോന്നുന്നില്ല. അയാൾ വളരെ എഫിഷ്യന്റ് അല്ലേ? അതുകൊണ്ടല്ലേ അയാൾക്ക് ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത്? അയാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് ഇന്ന് അങ്ങനെ ഒരു നേട്ടം കൊയ്യാൻ കഴിഞ്ഞത് എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ശരിയായിരിക്കും, സച്ചിയേട്ടൻ പറയുന്നതും നന്ദേട്ടനൊക്കെ പറയുന്നതും, നന്ദേട്ടനും അച്ഛനും ശശിയേട്ടനും ഒക്കെ അയാളുടെ കാര്യത്തിൽ വലിയ വിശ്വാസവും ആത്മവിശ്വാസവും അയാളെ വലിയ കാര്യമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സച്ചിയേട്ടനും നന്ദേട്ടനും ഒക്കെ ഓഫീസ് കാര്യത്തിൽ മാത്രമാണ് അയാളുടെ കഴിവിനെ കുറിച്ച് ഇത്രയേറെ പ്രശംസിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഓഫീസ് കാര്യമല്ല, നമ്മുടെ കുടുംബകാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് അർച്ചന അറിയിച്ചതും വേഗം
സച്ചി അർച്ചനയോട് പറഞ്ഞു, എടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ അനഘയെയും സ്നേഹയും കുറിച്ചല്ലേ തന്റെ ആദി. താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടോ. അങ്ങനെ ഒരു കുഴപ്പത്തിലൊന്നും അവർ ചെന്ന് പെടില്ല. താൻ ടെൻഷൻ ആവാതെ. അല്ല, താനിപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം അയാളുടെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക തന്റെ മനസ്സിലുണ്ടെന്ന്. ആ ധനുഷിനെ കുറിച്ച് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ താൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. ശരി, സമ്മതിച്ചു. അതിന് തന്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ഇക്കാര്യം വെറുതെ ഒന്ന് അച്ഛനോടോ നന്ദേട്ടനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു പ്രശ്നക്കാരനാണെന്നും അയാളെ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരാളാണെന്നും ഒക്കെ പറഞ്ഞാൽ അവരുടെ മുന്നിൽ നിരത്താനായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോടോ നമ്മുടെ പക്കൽ? അതുകൊണ്ട് അങ്ങനെ ഒരു തെളിവില്ലാത്ത പക്ഷം നമുക്ക് അയാളെ കുറിച്ച് കുറ്റം പറയാൻ കഴിയുമോ? അത് കേട്ടതും അർച്ചന സച്ചിയെ നോക്കുമ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാൻ അയാൾക്ക് കഴിവില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ തന്നെ ശശിയുടെ നോക്കിക്കേ, ഇന്ന് അയാൾക്ക് കൊടുത്ത ഈ പ്രശംസ, ഈ ഒരു സന്തോഷം, അത് അയാൾക്ക് ഈ വീട്ടിൽ എവിടെയും ചെന്ന് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലെയായി മാറി. ഇന്നത്തെ ഈ ഒരു പ്രവൃത്തിയോടെ, ഈ ഒരു സംഭവത്തോടെ അയാൾക്ക് ഏത് നിമിഷവും ഈ വീട്ടിൽ കയറി ഇറങ്ങാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. സച്ചിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു, എടോ, അങ്ങനെ നമ്മുടെ സ്നേഹയും അനഘയും കുറിച്ചാണ് താൻ ആലോചിച്ച് ആശങ്കപ്പെടുന്നെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേടോ. പിന്നെ എന്തിനാ താൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് സച്ചി അന്വേഷിച്ചു. അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഇത്രയും പേർ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ ആശങ്കയും. സച്ചിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് തന്നെയാണ് അജയൻ അനഘയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയത്. അത് സച്ചിയേട്ടൻ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ആകെ ടെൻഷനോടെ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, എനിക്ക് ഉറപ്പുണ്ട്, ഒരു കാര്യം ഞാൻ സച്ചിയേട്ടനോട് പറയാം. നമ്മൾ ആരും കരുതുന്ന പോലെ, സച്ചിയേട്ടനും കരുതുന്നത് പോലെ, നന്ദേട്ടനൊക്കെ കരുതുന്ന പോലെ അത്ര നല്ലൊരു സ്വഭാവക്കാരനോ നല്ലൊരു ചിന്താഗതിക്കാരനോ അല്ല ഈ ധനുഷ് എന്ന് പറഞ്ഞ ആള്. അയാളെ കുറിച്ച് എനിക്ക് പല കാര്യങ്ങളിലും സംശയമുണ്ട് സച്ചിയേട്ടാ. അയാള് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. അയാൾ ഈ വീട്ടിലേക്ക് വന്നത് അയാളുടെ മനസ്സിൽ മറ്റെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ കുടുംബത്തെ തകർത്ത് കളയാൻ പോകുന്ന രീതിയിലുള്ള, നമ്മുടെ ഈ കുടുംബത്തിന് സർവനാശം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ചിന്താഗതിയോടെയാണ് അയാൾ ഇവിടേക്ക് വന്നത് എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ അത്തരം ചിന്തകളൊന്നും ഒരിക്കലും തെറ്റായി ഭരിച്ചിട്ടില്ല സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോൾ ശശി പറഞ്ഞു, ശരി, താൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. തന്റെ ഇത്തരം ചിന്താഗതികളൊക്കെ പിന്നീട് സത്യമായി ഭവിക്കാറാണ് പതിവ്. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാം. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനിപ്പോൾ ഓടിച്ചെന്ന് ഇക്കാര്യം അച്ഛനോടോ നന്ദേട്ടനോടോ പറഞ്ഞാൽ ഒരിക്കലും അത് അവർ വില പോവുകയില്ല. അതുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ, അവരെ സമ്മതിപ്പിക്കാൻ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ അയാൾക്കെതിരായി നമ്മുടെ പക്കൽ ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും തെളിവ് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാ ഞാൻ ചോദിച്ചത് എന്ന് ശശി പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ശശിയേട്ടാ, ഞാൻ തെളിവുണ്ടാക്കും. തീർച്ചയായിട്ടും അയാളുടെ ഈ മുഖം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അയാളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ താമസിയാതെ പുറത്തു കൊണ്ടുവരും ശശിയേട്ടാ. അതിനുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തും എന്ന് അർച്ചന ശശിയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ശശി അർച്ചനെ നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ശശിയേട്ടാ, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുകൂടിയാണ്. ഇന്ന് അനഘയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടന്നതുൾപ്പെടെ അത്തരം ഒരു ശ്രമം കൂടി നടന്ന സ്ഥിതിക്ക് ആ ശ്രമം നടത്തിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറാക്കിയ ആളുകൾ കൂടി ഈ ധനുഷിന്റെ പിന്നിലുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അനഘയെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പിന്നിലുള്ള ആളുകൾ ഇന്നത്തെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ ധനുഷിനെ പോലെയുള്ള ആളുടെ പിന്നിലും അയാളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി, അങ്ങനെ ഒരു ബുദ്ധി കേന്ദ്രം അതിന് പിന്നിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് സച്ചിയേട്ടാ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് സത്യമെങ്കിൽ നമുക്ക് ഈ വീട്ടിലുള്ള പലരെയും നമ്മൾ ശത്രുവായി കരുതേണ്ടി വരും, പലരെയും നമ്മൾ സംശയിക്കേണ്ടി വരും എന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചിയുടെ മനസ്സിലും ചില സംശയങ്ങൾ മുളപൊട്ടി. ആ നിമിഷം അവന്തിക അജയനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതിന്റെ ടെൻഷനിൽ അജയന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഉടനെ തന്നെ അജയന്റെ ഫോണിലേക്ക് അവന്തിക വിളിക്കണം. അവന്തിക എത്ര വിളിച്ചിട്ടും അജയൻ കോൾ എടുക്കാത്തത് കൊണ്ട് എന്തായിരിക്കും, ഇവൻ എന്താ പറ്റിയത്, ഇവൻ എവിടെ പോയിട്ടുണ്ടാകും? എന്തായാലും ഇനിയും ഫോൺ വിളിച്ച് അവൻ കോൾ എടുക്കുന്നതിനെ കാത്തു നിൽക്കാതെ അവനെ നേരിൽ പോയി കാണുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് അവന്തിക തീരുമാനിച്ചു. അങ്ങനെ അവന്തിക വേഗം തന്നെ അജയനെ കാണുവാനായി അവിടേക്ക് പുറപ്പെട്ടു. അജയൻ വിവാഹം നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ആ താവളത്തിലേക്ക് അവന്തിക വന്നെത്തി. അവിടേക്ക് അവന്തിക വന്നു കയറുമ്പോൾ ആ സച്ചിയും അർച്ചനയും എല്ലാം ചേർന്ന് അജയനെ കെട്ടിയിട്ട ആ ചെയറിൽ തന്നെ, അതേ അവസ്ഥയിൽ തന്നെ ആ അജയൻ അവിടെ കിടക്കുന്നത് അവിടേക്ക് എത്തിയ അവന്തിക കാണാനിടയായി. അവന്തിക അകത്തേക്ക് കയറി വരുമ്പോൾ അജയൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ ആ ചെയറിൽ അതേ രീതിയിൽ തന്നെ കിടക്കുന്നത് കണ്ട് അവന്തിക പുഞ്ചിരിയുടെ അകത്തേക്ക് കയറി ചെന്നു. അജയൻ അവന്തികയെ കണ്ടതും, ചേച്ചി, എന്നെ ആ
സച്ചിയും അർച്ചനയും വന്ന് എന്നെ തല്ലി അവശനാക്കി എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് പോയി ചേച്ചി. ചതിച്ചു ചേച്ചി, അവരെന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് അജയൻ സങ്കടപ്പെടുമ്പോൾ അവന്തിക പറഞ്ഞു, അതെ, നീ എന്നോട് അല്പം മുമ്പ് പറഞ്ഞ വീരവാദങ്ങളൊന്നും ഇതൊന്നും ആയിരുന്നില്ലല്ലോ. നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടക്കും, എല്ലാം ശുഭമായി അവസാനിക്കും എന്നൊക്കെയല്ലേ നീ എന്നെ വിളിച്ചു പറഞ്ഞിട്ട്? ഇപ്പോ നീ എന്താ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നത് എന്ന് അവന്തിക അജയനോട് ചോദിച്ചു. അജയൻ പറഞ്ഞു, ചേച്ചി, അവര് കൃത്യസമയത്ത് ഇവിടെ വരുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് അജയൻ വിഷമത്തോടെ അവന്തികയോട് സംസാരിച്ചു. അവന്തിക അത് കേട്ടുകൊണ്ട് അജയനോട് പറഞ്ഞു, എന്നാലേ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ? നീ എന്നെ ചതിച്ചില്ലേ? എന്നെ വിളിച്ചപ്പോ നീ വലിയ ഭീഷണിയൊക്കെ ഉയർത്തിയില്ലേ ഇത്രയും ദിവസം? ഞാൻ നിന്നോട് അന്നേ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, ഞാൻ തരുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി പിഴച്ചോളാൻ. എന്നാൽ അന്ന് നീ അതിന് തയ്യാറായില്ല. നീ എന്നെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ നേരെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും എൻ്റെ അനുജത്തിയുടെ ജീവിതം നീ വിലയ്ക്കായി അതിനായി പറഞ്ഞു. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം അജയ, ഇപ്പോ ദൈവം എൻ്റെ പക്കലാണ്, എൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവസാനം നിനക്ക് തന്നെ തിരിച്ചടി സംഭവിച്ചു. ഇപ്പോൾ ഞാൻ നിന്റെ അടുത്ത് വന്നത് നിന്നെ ചതിക്കാൻ വേണ്ടി തന്നെയാടാ എന്ന് അവന്തിക അജയനോട് അറിയിച്ചു. അജയൻ അതെല്ലാം കേട്ട് വിഷമത്തോടെ ചേച്ചി എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞതും അജയനോട് അവന്തിക പറഞ്ഞു, ഇല്ല ഇല്ല അജയ, ഞാൻ നിന്നെ അഴിച്ചുവിടുന്നില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ സ്വയം രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ. അത് മാത്രമാണ് ഞാൻ നിനക്ക് നൽകുന്ന ഏക സേവനം. നീ സ്വയം രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെങ്കിൽ നീ ശ്രമിച്ചോളൂ, അല്ലാതെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് അഴിച്ചുവിടില്ല. നീ ഇവിടെ തന്നെ ഇങ്ങനെ നീ രണ്ട് കൈയും കെട്ടി ഈ അവസ്ഥയിൽ ഇവിടെ തന്നെ കിടന്ന് നീ നരകിച്ച് മരിക്കേ. അതുപോലുള്ള പ്രവൃത്തികളല്ലേ നീ എൻ്റെ നേരെ കാട്ടിയത്? നിന്നോടാവുന്നത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? എൻ്റെ അനുജത്തിയുടെ ജീവിതം നീ വിലയ്ക്ക് ചോദിക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ. പക്ഷേ നീ അതിന് തയ്യാറായില്ലല്ലോ അജയ. എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ അനുജത്തിയുടെ ജീവിതം പോലും നീ അതിനായി വിലയ്ക്ക് ചോദിച്ചില്ലേ എന്ന് അവന്തിക അജയനോട് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക അജയനെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയത്ത് അജയൻ അവന്തികയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അവന്തികയെ. ആ വിളി കേട്ടതും അവന്തിക ഒന്ന് പിന്തിരിഞ്ഞ് അജയനെ നോക്കി. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് വരെ ഇങ്ങനെ മര്യാദയോടെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെയ്തതിനൊക്കെ നിന്റെ അനുജത്തിയെ അതിന് പകരമായി ഞാൻ വിലക്ക് ചോദിച്ചത് അതുമാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ സത്യത്തിൽ ഈ അജയന്റെ സ്വഭാവം വെച്ച് അനുജത്തിയെ മാത്രമായിരുന്നല്ല നിന്നെയും എന്ന് അജയൻ ദേഷ്യത്തോടെ അവന്തികയെ നോക്കി പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ കിടപ്പിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടും. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്തികയെ നിനക്ക് തന്നെയാണ് ഞാൻ ശത്രുവായി വരാൻ പോകുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അജയൻ അവന്തികയെ വെല്ലുവിളിച്ചു. അങ്ങനെ അജയൻ അവന്തികയെ വെല്ലുവിളിച്ച് ഭീഷണി വീണ്ടും ആ കിടപ്പിൽ കിടന്ന് തന്റെ നേരെ ഭീഷണി ഉയർത്തുന്നത് കേട്ട് അവന്തിക കലിയോടെ അജയനെ നോക്കി. അപ്പോൾ അവിടെ വിവാഹത്തിന് വേണ്ടി കത്തിച്ചു വെച്ച ആ നിലവിളക്ക് അവന്തിക കണ്ടു. അത് വേഗം അവന്തിക കയ്യിലേക്കെടുത്ത് അതിലെ എണ്ണയും തിരിയും അവിടെ താഴേക്ക് ഒഴിച്ചു കളയുകയും അതിനുശേഷം ആ നിലവിളക്കുമായി നേരെ അജയന് നേരെ അവന്തിക പാഞ്ഞെടുക്കുന്നു. മനസ്സിൽ മറ്റൊരു ക്രൂരമായ ഒരു ഉദ്ദേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിലുറപ്പിച്ച് അജയന് നേരെ അവന്തിക പാഞ്ഞെടുത്തു. പിന്നീട് മുകളിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്ന അനഘയെ കണ്ടുകൊണ്ട് അവിടേക്ക് ആതിര കയറി വന്നു. ആതിര നോക്കുമ്പോൾ അനഘ പിന്നിലേക്ക് നോക്കുന്നത് കണ്ട് ആതിര അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല അനഘ എവിടെ പോയതായിരുന്നു? ഉടനെ അനഘ പറഞ്ഞു, ഞാൻ മുകൾ വരെ. മുകളിലോ? എൻ്റെ റൂമിൽ പോയതാണോ അനഘെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഞാൻ സ്നേഹയുടെ റൂം വരെ പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് അനഘ താഴേക്ക് ഇറങ്ങിപ്പോയി. അനഘ സംസാരിച്ചത് കേട്ട് വിശ്വസിക്കാനാകാതെ വേഗം തന്നെ ആതിര റൂമിലേക്ക് വന്നു. റൂമിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്ന സന്ദീപിനെ കണ്ടുകൊണ്ട് ആതിര അരികിലേക്ക് എത്തി ചോദിച്ചു, സന്ദീപെ, അനഘ ഇവിടെ വന്നിരുന്നോ? നിന്നോട് സംസാരിച്ചോ എന്ന് ചോദിച്ചതും, വന്നിരുന്നു, ഇപ്പോൾ ഇവിടുന്ന് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തിനാ അവള് വന്നത് എന്ന് ആതിര അന്വേഷിച്ചു. അവള് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അല്ല, എന്താ ആതിരെ, എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആതിര ചോദിച്ചു, അല്ല, ഞാൻ ചോദിച്ചതാണോ ഇപ്പൊ പ്രശ്നമായത്? അവൾ എന്ത് സംസാരിക്കാൻ ഇവിടേക്ക് വന്നതെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങൾക്കിടയിൽ ഞാൻ അറിയാത്ത എന്ത് സീക്രട്ടാ ഉള്ളത് എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, ആതിരെ, ഒരു കാര്യം ഞാൻ പറയാം, നീ എന്തൊക്കെയാ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സന്ദീപിനോട് ആതിര ചോദിച്ചു, അല്ല, അനഘ എന്നോട് എന്തിനാ കളവ് പറഞ്ഞത്? അവൾ എവിടെ പോയതാന്ന് ഞാൻ ചോദിച്ചപ്പോൾ
അവൾ എന്നോട് കളവ് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാ? സ്നേഹയുടെ റൂമിൽ പോയതാ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സന്ദീപ് പറഞ്ഞു, അതെ, നിന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് പിന്നെ മറ്റെന്തെങ്കിലും കാരണം കാണും. നീ വെറുതെ ഓരോന്നും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് സന്ദീപ് ആതിരയോട് പറഞ്ഞു. പിന്നെ ആതിരെ, ഇതൊന്നും അത്ര ശരിയല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോൾ ആതിര ദേഷ്യത്തോട് പറഞ്ഞു, ഓ അത് ശരി, അപ്പോൾ ഞാൻ പറയുന്നത് സംസാരിക്കുന്നതുമാണ് ശരിയല്ലാത്തത് അല്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്ന് ചോദിച്ച് ആതിര ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ സന്ദീപ് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആതിര ആകെ വിഷമത്തോടെ അവിടെ നിന്നു. പിന്നീട് ഇതിനെന്തൊരു പോംവഴിയെന്ന് ആലോചിച്ച് ആതിര സങ്കടപ്പെട്ടിരിക്കുമ്പോൾ റൂമിൽ കിടന്ന് സുഖമായി പില്ലോയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അനഘയുടെ അരികിലേക്ക് അവന്തിക എത്തി. അവന്തിക മനസ്സിൽ പറഞ്ഞു, മോളെ, ഇനി നീ സുഖമായി ഉറങ്ങിക്കോ. നിന്നെ പേടിപ്പെടുത്തുന്ന അജയൻ ഇനി ഉണ്ടാവില്ല. അവൻ ഇനി ഒരിക്കലും എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ വരില്ല. അവന് അങ്ങനെ ഒരു ചാപ്റ്റർ ഇനി ഈ ചേച്ചി നിന്റെ മുന്നിൽ വരുത്തുകയില്ല. അവൻ്റെ കഥ അവസാനിച്ചു. ഇനി അജയൻ ഒരിക്കലും നിന്റെ മുന്നിലേക്ക് വരില്ല മോളെ. അവനെ ഈ ചേച്ചി തന്നെ അവസാനിപ്പിച്ചു. പിന്നെ എൻ്റെ മോൾക്ക് ഈ ചേച്ചി ഒരു സ്വാർത്ഥിയായി തോന്നിയിട്ടുണ്ടാകാം. കാരണം ഈ ചേച്ചി സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിന്റെ ജീവിതം ഹോമിച്ചതുപോലെ. സത്യത്തിൽ അതല്ല മോളെ, ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയാക്കുന്നതാണ്. പിന്നെ ഇനിയും ചിലപ്പോൾ എനിക്ക് നിന്റെ ജീവിതം ഇതേ രീതിയിൽ തന്നെ എനിക്കിനിയും നിന്റെ ജീവിതം വെച്ച് പലതും എനിക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിന്റെ ജീവിതം എനിക്ക് ഇതുപോലെ തന്നെ ഒരു ഇരയാക്കി മാറ്റേണ്ടി വരും. അതിന് ചേച്ചിയോട് നീ ക്ഷമിക്കണം. കാരണം ഇത് എനിക്കോ നിനക്കോ വേണ്ടി മാത്രമല്ല, നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് മാത്രമാണ്. നിന്റെയും എൻ്റെയും നമ്മുടെ അച്ഛൻ്റെയും ഒക്കെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സിറ്റൗട്ടിലിരുന്ന് ഓരോന്നും ആലോചിച്ചങ്ങനെ ഇരിക്കുന്ന സേതുമാധവന്റെ അരികിലേക്ക് നന്ദൻ എത്തി. നന്ദൻ വന്നതും സേതുമാധവൻ പറഞ്ഞു, നന്ദ, നമ്മുടെ ഇന്നത്തെ ഈ കൊട്ടേഷൻ നമുക്ക് കിട്ടാൻ കാരണം ധനുഷിന്റെ മാത്രം ഇടപെടൽ കൊണ്ടാണ്. ധനുഷിന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ കൊട്ടേഷൻ നഷ്ടമാകാതെ പോയത്. അതുകൊണ്ട് തന്നെ ധനുഷിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല, അയാളെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, അച്ഛാ, അത് ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും അച്ഛനോട് ഒരു കാര്യം കൂടി, ഒരു അഭിപ്രായം കൂടി ചോദിക്കാനാണ് ഞാൻ വന്നത്. നമ്മുടെ സ്നേഹമോളെ ധനുഷിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അത് ധനുഷ് നല്ല കഴിവുള്ള ആളാണ്. അവൻ്റെ കഴിവ് കൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ ഒരു നേട്ടം നമ്മുടെ ഓഫീസിനുണ്ടായത്. നമ്മുടെ കമ്പനി ഇന്നത്തോടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ കമ്പനിയെ ഇന്ന് ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത് ധനുഷിന്റെ ഒറ്റയൊരു മിടുക്കൊണ്ട് മാത്രമാണ് എന്ന് നന്ദനോട് സേതുമാധവൻ പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, അതാ ഞാൻ അച്ഛനോട് ചോദിച്ചത്. അത് കേട്ടതും സേതുമാധവൻ നന്ദനോട് പറഞ്ഞു, ശരിയാ, നീ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നതും ആ ധനുഷിനെ കുറിച്ച് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഇങ്ങനൊരു ആവശ്യം നമ്മൾ ധനുഷിനോട് പറയുമ്പോൾ ധനുഷ് അത് സമ്മതിച്ചു തരുമോ? അതാണ് എൻ്റെ ഒരു സംശയം. പിന്നെ അത് മാത്രമല്ല, ധനുഷിന് അത് ഇഷ്ടമാകണ്ടേ? പിന്നെ എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്ക്, എന്താണ് മറുപടി എന്നറിയാം എന്ന് പറഞ്ഞതും ഉടനെ തന്നെ നന്ദൻ പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം ഉറപ്പാണ്, ധനുഷ് അതിനോട് എതിർക്കാൻ വഴിയില്ല. അത് മാത്രമല്ല, ധനുഷിന് മറ്റ് ആലോചനകളോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ധനുഷിനുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഒരു സന്ദർഭമൊക്കെ കിട്ടുമ്പോൾ ഞാനൊന്ന് ധനുഷിനോട് സംസാരിച്ച് നോക്കാം. ധനുഷിന് ഇഷ്ടമാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, അതെ, അങ്ങനെ പറ്റിയൊരു സാഹചര്യ സന്ദർഭം ഒത്തു വരുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്. പിന്നെ സ്നേഹയുടെ കാര്യത്തിൽ ഇനിയും നമ്മളിങ്ങനെ അമാന്തം കാട്ടണ്ട. സ്നേഹയുടെ കാര്യത്തിൽ നമുക്ക് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ധനുഷിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആലോചനകളുമായി മുന്നോട്ട് പോകാമല്ലോ എന്ന് സേതുമാധവൻ നന്ദനോട് അറിയിച്ചു. എന്നാൽ ശരി അച്ഛാ, ഞാൻ ധനുഷിനോട് സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും സേതുമാധവൻ അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴും മുറിയിൽ കിടന്നുറങ്ങിയ അനഘയുടെ മനസ്സിലേക്ക് അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി വന്നു. ഓട്ടോയിൽ ആ അജയന്റെ താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇടവഴിയിൽ വെച്ച് 2 സ്ത്രീകൾ വണ്ടിയിലേക്ക് വന്ന് കയറിയതും പിന്നീട് അജയൻ തന്നോട് പെരുമാറിയ കാര്യങ്ങളും അജയൻ ബലമായി തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് പോയതുമായിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ അനഘയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അതെല്ലാം ഓർത്ത് ഭയത്തോടെ അനഘ ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഒരു ദുസ്വപ്നമായി അജയൻ ചെയ്ത പ്രവൃത്തികൾ ഓരോന്നും അനഘയുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നു.